ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കുറച്ചുകൂടി ആഴത്തിലേക്ക് ചിന്തിച്ചു നോക്കുമ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വന്നു നേരുന്ന ദുഃഖങ്ങൾ, നമ്മുടെ അനുഭവങ്ങൾ ഒക്കെ വിശകലനം ചെയ്ത് പഠിക്കണം, മനസ്സിലാക്കണമെന്ന് ഗുരു പറയുകയാണ്. ഇപ്പോൾ 78-ാമത്തെ ശ്ലോകത്ത് നമ്മൾ ഒന്ന് നോക്കുമ്പോൾ എന്താ നമ്മൾക്ക് കാണാൻ പറ്റുന്നത്? മരണവുമില്ല, പുറപ്പുമില്ല വാഴ്വും, നരസുരരാതിയുമില്ല നാമരൂപം, മരുവിലമർന്ന മരീചി നീരുപോൽ നിൽപ്പൊരു പൊരുളാം പൊരുളല്ലിതോർത്തിടണം. അപ്പോൾ ഇവിടെ മരണവുമില്ല, നമ്മൾ മരിച്ചു പോകും എന്നുള്ള ചിന്തയാണ്. അപ്പോൾ പറഞ്ഞു മരണവുമില്ല, പുറപ്പുമില്ല, ജനനവുമില്ലാത്തതാണ്. വാഴ്വും അതുപോലെ തന്നെ അതിൻ്റെ ഇടയ്ക്കുള്ള ജനനത്തിൻ്റെയും മരണത്തിൻ്റെ ഇടയ്ക്കുള്ള ജീവിതവും ഇല്ലാത്തതാണ്. നരസുരരാതിയുമില്ല, അതേപോലെ തന്നെ ദേവന്മാരും മനുഷ്യരും ഒന്നുമില്ല. നാമരൂപം, ഇതെല്ലാം വെറും നാമരൂപങ്ങളാണ്. മരുവിലമർന്ന ആ മരുഭൂമിയിൽ കാണുന്ന മരീചി നീരുപോൽ, കാനൽ ജലം പോലെ, നിൽപ്പൊരു പൊരുളാം, അങ്ങനെ ഉള്ളതാണ് ഈ പറഞ്ഞതെല്ലാം. ഇത് പൊരുളല്ല, ഓർത്തിടണം. ഇതൊന്നും സ്വന്തമായിട്ടുള്ള ഉണ്മ ഉള്ളതല്ല, ഇത് ഓർക്കണം എന്ന് പറയണം. അപ്പോൾ ഇവിടെ ജനനമരണങ്ങളില്ലാതെ, അതേപോലെ തന്നെ മനുഷ്യരും ദേവതകളും ഇതൊന്നും ഇല്ലാത്ത, അതെല്ലാം വെറും നാമരൂപങ്ങളാണ് എന്ന് എങ്ങനെ മനസ്സിലാക്കണം? മരുഭൂമിയിൽ കാണുന്ന കാനൽ ജലം പോലെ നമ്മൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ, അല്ലെങ്കിൽ കാരണം വെച്ചാൽ ഈ തത്വം നമുക്ക് കൃത്യമായിട്ട് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചില്ല എങ്കിൽ നമുക്കതൊരു തീരാ നഷ്ടമാണ്. മരുഭൂമിയിലെ ജലത്തെക്കുറിച്ച് മരുഭൂമിയിൽ പോയിട്ടുള്ള ആളുകൾക്കറിയാം. കാരണം അതികഠിനമായിട്ടുള്ള വെയിലാണ്. ഈ വെയിൽ അടിച്ച് ഈ മണൽ കാടുകളിൽ അല്ലെങ്കിൽ മണലാരണ്യങ്ങളിൽ എന്ത് സംഭവിക്കുന്നു? കാനൽ ജലം, അവിടെ ജലം കെട്ടിക്കിടക്കുന്നതായിട്ട് കാണും. അത് കുടിക്കുവാനുള്ള ദാഹജലമാണ് എന്ന് വിചാരിച്ച് ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത ആളുകൾ ആ അപകടത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അത് നമ്മളെ എത്രമാത്രം ദുരന്തത്തിലാഴ്ത്തും ചിന്തിക്കുന്നില്ല. അതുപോലെ ഇവിടെ മരണവുമില്ല, പുറപ്പുമില്ല വാഴ്വും. ഇപ്പോൾ മരണം, പുറപ്പെന്ന് പറഞ്ഞാൽ ജനനമാണ്. ഈ ജനന മരണങ്ങൾ ഒന്നും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. ആർക്ക്? ഇപ്പോൾ ശരീരം വിട്ടുപോകുമ്പോൾ നമ്മൾ മരണമെന്നാണ് പറയുന്നത്. അത് നമ്മളുടെ ഉപരിപ്ലവമായിട്ടുള്ള കാഴ്ചപ്പാടാണ് എന്ന് ഗുരുവും പറയുകയാണ്. പക്ഷെ ആ ഉപരിപ്ലവമായിട്ടുള്ള കാഴ്ചപ്പാടാണ് ശരിക്കും ഇവിടെ മനുഷ്യനെ അവൻ്റെ സങ്കീർണമായിട്ടുള്ള തലത്തിൽ അവനെ കൊണ്ട് എത്തിക്കുന്നതും അതിൽപ്പെട്ട് അവൻ അവസാനം കണ്ടെത്തുന്നതും. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് മരണവുമില്ല, പുറപ്പുമില്ല വാഴ്വും, നരസുരരാതിയുമില്ല? ജനനം എന്ന് പറയുന്നത് നമ്മൾ ഇടയ്ക്ക് എപ്പോഴോ സംഭവിക്കുന്ന ഒരു കാര്യം. അതിനകത്ത് ശരീരം വിട്ടുപോകുമ്പോഴാണ് നമ്മൾ മരിച്ചു പോകുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ജനിക്കുമ്പോൾ വലിയ ആഹ്ലാദവും മരിക്കുമ്പോൾ നമുക്ക് വലിയ ദുഃഖവുമാണ്. ഇപ്പോൾ ജനന മരണങ്ങൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ചിന്ത ഇല്ലാത്ത സമയത്ത് നമ്മൾ ഉടുപ്പൊക്കെ മാറുന്ന പോലെയെന്ന് പറയും. ഒരു ശരീരത്തിന് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഉടുപ്പ് ഉപയോഗിക്കുന്നത്. ആ ഉടുപ്പ് നമുക്ക് ഏത് സമയത്ത് ചീത്തയാകുമ്പോൾ നമ്മളത് വലിച്ചെറിയും. അതുപോലെ ജീവൻ ഈ ഉപയോഗിക്കുന്ന അതിൻ്റെ ഒരു ഇതാണ് ഈ ശരീരം. അപ്പോൾ ഈ ശരീരം കേടായി കഴിയുമ്പോൾ, ഈ ശരീരത്തിൻ്റെ ഉപയോഗം കഴിയുമ്പോൾ പിന്നെ അത് ഉപേക്ഷിക്കേണ്ടി വരികയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ അതിൻ്റെ നിരർത്ഥകതയെക്കുറിച്ച് നമ്മൾ
ചിന്തിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യണം. ഈ മരുമരീചികയിൽ അതുപോലെ ഇതെല്ലാം നരസുരരാദികളൊക്കെ വെറും നാമരൂപങ്ങളാണ് എന്നുള്ളതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ പ്രകാശിപ്പിക്കുന്ന ആ ചൈതന്യം മാത്രമാണ് സത്യം എന്നുള്ള ബോധത്തിലേക്ക് നമുക്ക് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പൊരുൾ ഒന്നാണ് എന്നുള്ള തലത്തിലേക്ക് നമ്മൾ മാറണം, ചിന്തിക്കണം എന്ന് ഗുരു നമ്മെ സ്നേഹപൂർവ്വം ഉപദേശിക്കുകയാണ്. തീർച്ചയായിട്ടും അത് നമുക്ക് സാധിക്കട്ടെ. ഏവർക്കും നമസ്കാരം.